നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ്റെ സെക്കൻഡ് പാർട്ടായ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. വാട്ടറാണ് സോൾവെന്റ് എങ്കിൽ അത്തരം സൊല്യൂഷനെ നമ്മൾ പ്രത്യേക പേരിലാണ് വിളിക്കുക. ദാറ്റ് ഈസ് അക്വസ് സൊല്യൂഷൻ. വാട്ടറാണ് സോൾവെന്റ് എങ്കിൽ അതിന്റെ പേരാണ് അക്വസ് സൊല്യൂഷൻ. ഇനി വാട്ടർ അല്ലാത്ത വേറെ ഏത് സോൾവെന്റ് ആണെങ്കിലും അതിനെ വിളിക്കും നമ്മൾ നോൺ അക്വസ് സൊല്യൂഷൻ. അപ്പം വാട്ടറിന്റെ പേരിൽ അറിയപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്നു അക്വസ് സൊല്യൂഷൻ. വാട്ടർ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു നോൺ അക്വസ് സൊല്യൂഷൻ. അങ്ങനെ വാട്ടറിന്റെ പേരിൽ നമുക്ക് രണ്ടു തരം സൊല്യൂഷൻ ആക്കാം, അക്വസ് സൊല്യൂഷൻ ആൻഡ് നോൺ അക്വസ് സൊല്യൂഷൻ. അടുത്തതായിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ ഗാഢത. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? പ്ലസ് വണ്ണിലെ സം ബേസിക് കോൺസെപ്റ്റിലെ അവസാന ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ്. അത് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നുള്ള കാര്യങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചു. അത് തന്നെയാണ് ഈ ടോപ്പിക്. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? എ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ. അപ്പോൾ സ്പെസിഫിക് എമൗണ്ട് സോൾവെന്റിലോ സൊല്യൂഷനിലോ ലയിച്ചിരിക്കുന്ന അഥവാ പ്രസന്റ് ആയി കിടക്കുന്ന സൊല്യൂട്ടിന്റെ അളവിന്റെ പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഈ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ഡിഫറെന്റ് ആയ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ മെത്തേഡാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡാണ് മാസ് പെർസെൻറ്റേജ്. ഫെമിലിയർ ആയ മെത്തേഡാണ്. കഴിഞ്ഞ വർഷവും പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിലും പഠിക്കാം. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ മാസും ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷനും 100 പാർട്സിൽ അടങ്ങിയിരിക്കുന്നതാണ്. പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100 parts. So mass percentage is equal to mass of solute divided by mass of solution into 100. അതുപോലെ സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100. എക്സാമ്പിൾ നോക്കാം. നോക്കേ, 10 gram Na2CO3, 10 gram Na2CO3, 10 gram Na2CO3 present in 10 gram Na2CO3 present in 90 gram water, 90 gram water, 10 gram Na2CO3 present in 90 gram water. അങ്ങനെയാണെങ്കിൽ 10 gram Na2CO3 90 gram വാട്ടറിലാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 10 gram, 10 divided by mass of solvent and solute തീർന്നാണ് മാസ് ഓഫ് സൊല്യൂഷൻ. സോ 90 plus 10 എത്ര? 100 into 100. So mass percentage of this 10 gram Na2CO3 in 90 gram water is 10%. So 10%. So this is mass percentage. രണ്ടാമത്തെ മെത്തേഡ് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ മാസിന് പകരം വോളിയമാണ് ഉപയോഗിക്കുക. സോ വോളിയം പെർസെൻറ്റേജ് is equal to volume of solute, സൊല്യൂട്ടിന്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇത് വോളിയത്തെ പറയും. എക്സാമ്പിൾ പറയുമ്പം 10 ml ethanol, 10 ml ethanol in 90 ml water, 10 ml ethanol in 90 ml water. ഇവിടെ നമ്മൾ പറയുന്നു വോളിയം പെർസെൻറ്റേജ് is equal to വോളിയം ഓഫ് സൊല്യൂട്ട് 10 and volume of solution 10 plus 90, 100 into 100 is equal to 10%. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മൂന്നാമത്തെ മെത്തേഡ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇവിടെ എന്താ പ്രത്യേകത? സൊല്യൂട്ട് മാസിലും സോൾവെന്റ് വോളിയത്തിലും പറയും. സോ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇങ്ങനെയാണ് പറയാം. എങ്കിൽ വാട്ട് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട്? എക്സാമ്പിൾ പറയാം. 10 gram NaOH, 10 gram NaOH present in
10 gram NaOH present in 100 ml water. 100 ml water. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് 10 മാസ് ആണ്, ഗ്രാമിലാണ്. മാസ് ഓഫ് സൊല്യൂഷൻ വാട്ടർ 100 ആണ്. ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 10 മാസ് ബൈ വോളിയം പെർസെൻറ്റേജിന് നമ്മൾ m by v എന്ന് റെപ്രസെന്റ് 10%. സോ 10% മാസ് ബൈ വോളിയം, 10% m by v മാസ് ബൈ വോളിയം 10% എന്ന്. അപ്പോൾ എത്ര മെത്തേഡ് പഠിച്ചു? മാസ് പെർസെൻറ്റേജ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. വോളിയം പെർസെൻറ്റേജ്, വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ദെൻ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. നാലാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ് മൊളാരിറ്റി. മൊളാരിറ്റിയിലാണ് നമ്മൾ ഇനി അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മൊളാരിറ്റി? കഴിഞ്ഞ കൊല്ലം +1 നമ്മൾ പഠിച്ചാണ്. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter of solution. So molarity is the number of moles of solute present in 1 liter solution. So molarity is small m is equal to number of moles of solute n divided by volume of solution in liter. Since n is equal to given mass by molar mass, mole constable പഠിച്ചാണ്, given mass by molar mass ആണ്. Molarity is capital M. Molarity capital M is equal to WB divided by MB into volume in ml കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? മില്ലിലിറ്ററിലേക്ക് മാറ്റാം, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Now molarity capital M is equal to WB into 1000 divided by MB into V. What is WB? Weight of solute. What is MB? Molar mass of solute. What is V? Volume of solution milliliter. മൊളാരിറ്റിയിൽ നിന്ന് ചോദിക്കാവുന്നത് പ്രോബ്ലമാണ്, കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ ചോദിക്കുമ്പോൾ മൊളാരിറ്റിയിൽ നിന്ന് ചോദിക്കുന്ന കാൽക്കുലേഷനിൽ പ്രധാനമായിട്ടും മൊളാരിറ്റി കാണാനാണ്. എങ്ങനെ മൊളാരിറ്റി കാണാൻ ചോദിക്കുക? 10 gram NaOH dissolved in water to form 500 ml solution. Calculate its molarity. നമുക്ക് ചോദ്യത്തിലുണ്ട് what is the mass of NaOH? WB in question 10 gram NaOH dissolved in 500 ml solution. So ml is equal to 500 ml ആണ് വോളിയം ഇൻ സൊല്യൂഷൻ. What is the molar mass of NaOH? Molar mass of NaOH ന്റെ molar mass MB is equal to sodium 23, oxygen 16, hydrogen 1, total mass 40 gram. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി സ്മോൾ ക്യാപിറ്റൽ M is equal to what is WB? 10 into what is 1000 divided by what is MB? 40 into volume 500. So 1500 to 240 20. 10 by 20 is equal to 0.5. So the answer is 0.5 molar. ഇനി മൊളാരിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന വോളിയത്തിലായതുകൊണ്ട് ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻ, അഥവാ ടെമ്പറേച്ചർ മാറുമ്പോൾ മൊളാരിറ്റിയും മാറും. അപ്പൊ നോട്ട് ചെയ്യണം, മൊളാരിറ്റി ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. അതുകൊണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ് മൊളാരിറ്റി. അഞ്ചാമത്തെ മെത്തേഡ് മൊളാലിറ്റി സ്മോൾ എം. അതും കഴിഞ്ഞ വർഷം പഠിച്ചാണ്. മൊളാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram solvent. 1 kilogram. Therefore molality small m is equal to number of moles of solute n divided by mass of solvent WA in kilogram. Since n is equal to WB by MB നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്മോൾ m മൊളാലിറ്റി is equal to WB by MB into WA in kilogram. അതേ ക്വസ്റ്റ്യനും ഗ്രാമിൽ തരുന്നത് കൊണ്ട് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൊളാലിറ്റി സ്മോൾ m is equal to WB into 1000 divided by MB into WA in gram. So molality is equal to WB into 1000 divided by MB into WA in gram, where WB is the mass of solute or weight of solute, MB is the molar mass of solute, WE is the mass of solvent. Appo WA mass of solvent problem 10 gram glucose dissolved in
10 gram glucose dissolved in 500 gram water. 500 gram water to form a solution. Calculate its molality. എത്ര gram glucose? 10 gram glucose. ആരാ ഗ്ലൂക്കോസിന്റെ സിമ്പിൾ? C6 H12O6. Dissolved in 500 gram water. 500 gram water to form a solution. Calculate its molality. So small m is equal to, what is WB? 10 gram into 1000 divided by, what is MB? glucose in molar mass നമുക്കറിയാം 180 into, what is the weight of solvent in gram? 500. So 1000, 10 into 1000 divided by 180 into 500. അപ്പം 1000 ഉം 500 ഉം 2 കിട്ടി. 2 into 10 20, 20 by 150. ഈ പൂജ്യവും കിട്ടിപ്പോയാൽ 2 by 18. 2 by 18 മൊളാലിറ്റി എന്ന് നമുക്ക് വരും. മൊളാൽ. ഈ മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഗ്രാമിലാണ് സോൾവെന്റ് പറയുന്നത്, അല്ലെ വെയിറ്റിലാണ്. വെയിറ്റിൽ സോൾവെന്റ് പറയുമ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ മൊളാലിറ്റി ഈസ് എ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ. ആറാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ പഠിച്ചാണ് കൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതും നമ്പർ ഓഫ് മോൾസിലാണ്. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ് എന്നാണ് വിളിക്കുക. സോ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണന്റ് എയും ഉണ്ട് ബിയും ഉണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, chi A is equal to number of mole of A divided by number of mole of A plus number of mole of B. Mole fraction of B, chi B is equal to number of mole of B divided by number of mole of A plus number of mole of B. ഇതിൽ mole fraction പറയൂ. Mole fraction is the ratio of number of moles of one compound to the total number of moles of all the component. മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. The sum of mole fraction of all the component chi A plus chi B always equal to 1. ഇത്രയുമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനും ഒരു ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷനാണ്. ഇനി മോൾ ഫ്രാക്ഷനും പ്രോബ്ലം വരും. മോൾ ഫ്രാക്ഷനിലെ പ്രോബ്ലം എന്താ? 3.2 gram of methanol. 3.2 gram of methanol dissolved in 4.6 gram of ethanol to form a solution. 4.6 gram of ethanol to form a solution. Calculate the molality of methanol and ethanol. So here methanol is denoted as A and ethanol is denoted as B. Then chi A is equal to number of mole of methanol divided by number of mole of methanol plus number of mole of ethanol. എങ്കിൽ number of mole of methanol കാണണം. Number of mole of methanol Na is equal to given mass 3.2. What is the formula of methanol? Methanol CH3OH. CH3OH in a molecular mass, carbon 12, hydrogen 3, 12 plus 3 15, 15 plus 1 16, 16 plus 16 32. So 3.2 divided by 32 is equal to 0.1. What is the mole fraction of NB? NB means ethanol. Ethanol is CH3 CH2OH. CH3 CH2OH ന്റെ മാസ് കാർബണും 24, 24 5ഉം 29, 29 3ഉം 30, 30 16ഉം 46. So 4.6 divided by 46 again is equal to 0.1. So number of mole of methanol A is equal to 0.1. Number of mole of ethanol B, NB is equal to 0.1. Now chi A is equal to 0.1 divided by 0.1 plus 0.1 is equal to 0.1 by 0.2 is equal to 0.5. So number of mole of methanol plus number of mole of methanol plus number of mole of ethanol is equal to 0.1 by 0.2 is equal to 0.5. Similarly, chi B is equal to 0.1 by 0.1 plus 0.1 is equal to again 0.5. So sum of chi A plus chi B is equal to -1. ഏഴാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോർമാലിറ്റി. നമുക്ക് ലബോറട്ടറിയിൽ ലാബിൽ ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ് നോർമാലിറ്റി. നോർമാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ്. അതോടെയാണ് നമ്മൾ പഠിക്കാത്തൊരു ടൈം ഇക്വലന്റ് മാസ്. ലാബിൽ
പ്രാക്ടിക്കൽ വോളിയോമെട്രിക് അനാലിസിസിലാണ് നമ്മൾ നോർമാലിറ്റി ഉപയോഗിക്കുന്നത്. സോ നോർമാലിറ്റി ഇസ് ദ number of gram equivalent of solute present in 1 liter solution. അപ്പോൾ മൊളാരിറ്റിയുമായി ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് പകരം നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് മാസ് ഉപയോഗിക്കും ആർക്ക് പകരം? മോളിക്കുലാർ മാസിന് പകരം. സോ നോർമാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ, അഥവാ നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter solution. So normality n is equal to number of gram equivalent of solute divided by volume of solution. That number of gram equivalent is not number of mole, number of gram equivalent divided by volume of solution in liter. Actually, since n is equal to given mass WB divided by, here we can use equivalent mass instead of molar mass. മോളാർ മാസിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഇക്വലന്റ് മാസ് ആണ്. എന്താണ് ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ? ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയ ഡെഫിനേഷനാണ്. ആറ്റങ്ങൾക്ക്, സോൾട്ടിന്, ആസിഡ്സിനൊക്കെ ഡിഫറെൻ്റ് എക്സാമ്പിളുകൾ, ഡിഫറെൻ്റ് ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇക്വലന്റ് മാസ് എന്ന പദമാണ് നോർമാലിറ്റി. നമ്മൾ തിയറി പേപ്പറിൽ ചോദ്യം വരുമെങ്കിലും പ്രാക്ടിക്കൽ നമ്മൾ ഇക്വലന്റ് മാസ് മനസ്സിലാക്കണം. ഒരു ആസിഡിന്റെയും ബേസിന്റെയും സോൾട്ടിന്റെയും ഇക്വലന്റ് മാസ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ഒരു ആസിഡിന്റെ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ആസിഡിന്റെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് H+ അയോണെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് H+ അയോൺസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് അസിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു ബേസിന്റെ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ അവിടെ മൊളാർ മാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു നമ്പർ ഓഫ് OH- അയോണെ കൊണ്ട് നമ്മൾ ഡിവൈഡ്, അഥവാ ബേസിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു സോൾട്ടിന്റെ ഇക്വലന്റ് മാസ് ആണെങ്കിൽ നമ്മൾ പറയാം ഇക്വലന്റ് മാസ് ഓഫ് എ സോൾട്ട് എന്ന് പറയുന്നത് അവിടെ മോളാർ മാസ് ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് കാറ്റയോൺസ് ഓർ ആനയോൺസ് എന്നാണ് പറയുക. ചാർജ് ഓഫ് കാറ്റയോൺസ് ഓർ ആനയോൺസ്. അങ്ങനെയാണെങ്കിൽ HClന്റെ ഇക്വലന്റ് മാസ് നമുക്ക് നോക്കാം. HClന്റെ ഇക്വലന്റ് മാസ് നമുക്ക് ലാബിലേക്ക് ആവശ്യമുള്ള എല്ലാവരും മനസ്സിലാക്കുക. HClന്റെ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് HCl 36.5 ഡിവൈഡ് ബൈ H+ അയോണിന്റെ എണ്ണം എത്ര? 1. സോ 36.5 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 36.5. സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ മോളാർ മാസ് 98 ആണ്. നമ്പർ ഓഫ് H+ അയോൺ 2 H ഉണ്ട്, അതുകൊണ്ട് 98/2 ഈസ് ഈക്വൽ ടു 49 ആണ്. സോ ഇക്വലന്റ് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഈക്വൽ ടു 49. സിമിലർലി ബേസിന്റെ നോക്കാം. ഒരു ബേസിന്റെ ഇക്വലന്റ് മാസ് കാണുമ്പോൾ NaOH ആണെങ്കിൽ NaOHന്റെ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് 40 ഡിവൈഡ് ബൈ ബേസിന്റെ OHന്റെ എണ്ണം 1. സോ 40/1 ഈസ് ഈക്വൽ ടു 40. അപ്പം ബേസിന്റെയും ആസിഡിന്റെയും ഇക്വലന്റ് മാസ് കാണാൻ പഠിച്ചു. ഇനി Na2CO3 ഒരു സോൾട്ട് ആണ്. Na2CO3 എന്ന സോൾട്ടിന്റെ ഇക്വലന്റ് മാസ് നമുക്ക് കണക്കാക്കണം. Na2CO3 ഇക്വലന്റ് മാസ് കണക്കാക്കുമ്പോൾ ഇക്വലന്റ് മാസ് ഇസ് ഈക്വൽ ടു Na2CO3യുടെ ടോട്ടൽ മാസ് 106 ആണ്. 106 ഡിവൈഡ് ബൈ ചാർജ് ഓഫ് പോസിറ്റീവ്. അപ്പൊ ഒരു NAക്ക് പ്ലസ്, 2 NAക്ക് 2+, CO3ന്റെ ചാർജ് 2- ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ആണെങ്കിൽ 2. 106/2 is equal to എത്ര വരും? 106/2 is equal to 53 gram. So 53 is the equivalent mass of Na2CO3. അപ്പോൾ ആസിഡിന്റെ ഇക്വലന്റ് മാസ് കാണാൻ പഠിച്ചു, ബേസിന്റെ ഇക്വലന്റ് മാസ് കാണാൻ പഠിച്ചു, സോൾട്ടിനെ കാണാൻ പഠിച്ചു. സോ നോർമാലിറ്റി n is equal to weight of solute WB into 1000 divided by equivalent mass, not molar mass, equivalent mass into volume of solution in milliliter. So this is normality. നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഇൻ മില്ലിലിറ്റർ, WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് മോളാർ മാസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇക്വലന്റ് മാസ്. നോർമാലിറ്റിയും ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഫംഗ്ഷനാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോളിയം. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ എക്സാമിന്
രണ്ട് സൊല്യൂഷൻ ഡയലൂഷൻ നടത്തുമ്പോൾ അവിടെ ഡയലൂഷൻ ഫോർമുലയിൽ മൊളാരിറ്റിക്കും നോർമാലിറ്റിക്കും ഒരു ഡയലൂഷൻ ഫോർമുലയുണ്ട്. ഇതും പ്രാക്ടിക്കൽ നമ്മൾ ഉപയോഗിക്കും. കഴിഞ്ഞ കൊല്ലം +1 പഠിച്ചാണ്. മൊളാരിറ്റിയുടെ ഡയലൂഷൻ ഫോർമുല M1V1 M2V2 ആണെങ്കിൽ നോർമാലിറ്റിന്റെ ഡയലൂഷൻ ഫോർമുല N1V1 N2V2 ആണ്. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി വരും. അപ്പോൾ M1V1 M2V2 is dilution formula of molarity. N1V1 N2V2 is the dilution formula of molarity, normality. ഇനി അവസാനത്തെ മെത്തേഡ്, എട്ടാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് മെത്തേഡ്, പാർട്സ് പെർ മില്യൺ. കഴിഞ്ഞ കൊല്ലം എൻവിയോൺമെന്റൽ കെമിസ്ട്രിയിലാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചത്, PPM. ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ നമ്മൾ പറയാം ഫ്ലൂറൈഡ് PPM-ലാണ്, നൈട്രേറ്റ് PPM-ലാണ്. അത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ PPM is equal to million expresses. So number of parts of the solute or component, number of parts of the solute divided by total number of parts of solution, total number of parts of solution 10⁻⁶ million, not 100 അല്ല 10⁻⁶. അപ്പോൾ 10⁻⁶ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 10⁻⁶ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മില്യൺ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ 1 million അഥവാ പാർട്സ് പെർ മില്യൺ, ഒരു മില്യൺ ഇത്ര പാർട്സ് എന്ന് പറയും. അത് വെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ അളവൊക്കെ പറയുന്ന വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്കാണ് പാർട്സ് പെർ മില്യൺ. ഇതോടുകൂടി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അവസാനിച്ചു.